നമസ്കാരം, KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെയും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനം വിപുലമായി ആചരിച്ചു. കൊടകര ഫാർമേഴ്സ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചു. CITU കൊടകര ഏരിയ സമ്മേളനം സെപ്റ്റംബർ 5-ന് കോടാലിയിൽ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ 2027-28 അധ്യയന വർഷത്തേക്കുള്ള LKG അഡ്മിഷൻ ശുഭാരംഭം വിദ്യാലയത്തിൽ നടന്നു. തൃശൂർ പാവറട്ടിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. വാർത്തകൾ വിശദമായി. കൊടകര ഗ്രാമപഞ്ചായത്തിൽ ചിങ്ങം 1 കർഷക ദിനം ആചരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെയും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിവിധ കർഷക സമിതി ക്ലസ്റ്ററുകളുടെയും സഹകരണ സംഘങ്ങളുടെയും പങ്കാളിത്തത്തോടെ ചിങ്ങം 1 കർഷക ദിനം വിപുലമായി ആചരിച്ചു. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ കർഷക ദിനാചരണം ചാലക്കുടി നിയോജക മണ്ഡലം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ കുമാരി ഗായത്രി BR, ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് KC ജെയിംസ്, വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ, കൊടകര ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, കൊടകര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിനയൻ തോട്ടാപ്പള്ളി, മിനി ദാസൻ, അഭിലാഷ് TS, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജസ്റ്റിൻ പൊന്മനിശ്ശേരി, മെമ്പർമാരായ CM ബബീഷ്, TB പ്രജിത്ത്, പാടശേഖര സമിതി പ്രതിനിധി ലിജോ ML എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു G നായർ ചടങ്ങിന് നന്ദി അറിയിച്ചു. കർഷകരുടെയും ഹരിതകർമ്മസേന അംഗങ്ങളുടെയും അങ്കണവാടി ആശാ പ്രവർത്തകരുടെയും കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ഓണസദ്യയോടുകൂടിയാണ് ചടങ്ങുകൾ അവസാനിച്ചത്. നമ്മുടെ നിയോജക മണ്ഡലത്തിലും എല്ലാ പഞ്ചായത്തുകളിലും കർഷക ദിനത്തിന്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ ഒരു ആത്മാവ് എന്ന് പറയുന്നത് കർഷകരാണ്. നമ്മുടെ എല്ലാ ആഘോഷങ്ങളും വിളവെടുപ്പിൻ്റെ ആഘോഷങ്ങളാണ്. ഓണമാണെങ്കിലും വിഷുവാണെങ്കിലും ഒക്കെ വിളവെടുപ്പിൻ്റെ ആഘോഷങ്ങളാണ്. കർഷകരാണ് നമ്മുടെ നാടിൻ്റെ നട്ടെല്ല്. ഇപ്പോൾ കർഷകരെ ആദരിക്കാനും ഒത്തുകൂടാനും ചിങ്ങം 1 എന്ന ഒരു തീരുമാനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 ആഘോഷിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനം കൃഷിഭവൻ ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസിന്റെ അധ്യക്ഷതയിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ P വിനോദ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സതീശൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KR ഔസേബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KR റെനി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CC ബിജു, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സവിത ജനൻ, പ്രവീൺ M കുമാർ, മറ്റത്തൂർ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ VU ദിവ്യ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ PK ജിഷ നന്ദിയും അറിയിച്ചു. മികച്ച നെൽ കർഷക സബിത മയ്യാടൻ, മികച്ച പച്ചക്കറി കർഷകൻ KA ലോന, മികച്ച വനിതാ കർഷക D ലത, മികച്ച സമ്മിശ്ര കർഷകൻ പൗലോസ് പാറയ്ക്കൽ, മികച്ച ക്ഷീര കർഷകൻ KR ഷൈജു, മികച്ച ജൈവ കർഷകൻ TP വിനയൻ, മികച്ച തേനീച്ച കർഷകൻ PB ജിജീഷ്, മുതിർന്ന മികച്ച കർഷകൻ KV മുരളീധരൻ, മികച്ച SC/ST കർഷകൻ PR സുനീഷ്, മികച്ച വിദ്യാർത്ഥി കർഷക AU ആരാധ്യ, മികച്ച കർഷക തൊഴിലാളി PR പ്രഭാകരൻ, മികച്ച യുവ കർഷകൻ MM മുകേഷ് എന്നിവരെ ആദരിച്ചു. മികച്ച കാർഷിക പ്രവർത്തനം നടത്തുന്ന വിദ്യാലയമായി കൊടുങ്ങയിലുള്ള സൈറിൻ സ്പെഷ്യൽ സ്കൂൾ ഫോർ മെന്റലി ഹാൻഡിക്യാപ്ഡ് സ്കൂളും മികച്ച പാടശേഖരമായി ചാഴിക്കാട് പാടശേഖരവും തെരഞ്ഞെടുക്കപ്പെട്ടു. ആളൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക ദിനം വിപുലമായി ആഘോഷിച്ചു. ഇരിങ്ങാലക്കുട MLA അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി. കൃഷി ഓഫീസർ ടീന സിമേത്തി,
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി ഷൺമുഖൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹെലൻ ചാക്കോ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു ടി.ഐ., ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ സന്തോഷ്, പഞ്ചായത്ത് സെക്രട്ടറി സുനിൽ കെ.എൻ. എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ കർഷകരെ ആദരിച്ചു. CITU കൊടകര ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. CITU കൊടകര ഏരിയ സമ്മേളനം സെപ്റ്റംബർ 5-ന് കോടാലിയിൽ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കോടാലിയിൽ നടത്തിയ രൂപീകരണ യോഗം CITU ജില്ലാ സെക്രട്ടറി P.K. ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ ട്രഷറർ PC ഉമേഷ് അധ്യക്ഷത വഹിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി E.K. അനൂപ്, CITU ഏരിയ സെക്രട്ടറി PR പ്രസാദൻ, സരിത രാജേഷ്, P.K. രാജൻ എന്നിവർ സംസാരിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ശുഭാരംഭ് സംഘടിപ്പിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ 2027-28 അധ്യയന വർഷത്തേക്കുള്ള LKG അഡ്മിഷൻ ശുഭാരംഭ് വിദ്യാലയത്തിൽ നടന്നു. കൊടകര വിവേകാനന്ദ സെക്രട്ടറി KS സുകേഷ് അധ്യക്ഷത വഹിച്ചു. ആദ്യ ദിവസം തന്നെ 10-ലധികം കുട്ടികൾ അഡ്മിഷനെടുത്തു. വിദ്യാലയത്തിന്റെ മാനേജർ C. രാഗേഷ് ആമുഖ പ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ അജി വേണുഗോപാൽ, വിദ്യാലയ സമിതി പ്രസിഡന്റ് K. രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുമ R. മേനോൻ, ക്ഷേമസമിതി പ്രസിഡന്റ് ഷാജു കളരിക്കൽ എന്നിവർ പങ്കെടുത്തു. നവാഗതരെ മുതിർന്ന കുട്ടികൾ ആരതി ഒഴിഞ്ഞ് മധുരം നൽകി സ്വീകരിച്ചു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. കൊടകര ഫാർമേഴ്സ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചു. 102-ാം വർഷ നിറവിൽ നിൽക്കുന്നതും തുടർച്ചയായി ലാഭവിഹിതം കൊടുത്തുകൊണ്ടിരിക്കുന്നതുമായ ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്കായ കൊടകര ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ 2026 സഹകരണ വിപണനം സ്റ്റോർ ബാങ്ക് ഡയറക്ടർ സജീഷിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് KC ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ജോർജ് M.K. സ്വാഗതം ആശംസിച്ചു. മാനേജിംഗ് ഡയറക്ടർ VD ബിജു, ഡയറക്ടർമാരായ AR ബാബു, റോസ്ലി പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് ഡയറക്ടർ TS സുബ്രഹ്മണ്യൻ നന്ദി രേഖപ്പെടുത്തി. കൊടകര സിറ്റി സിനിമാസിന് എതിർവശത്തുള്ള നെല്ലിപ്പിള്ളി ബിൽഡിംഗിലാണ് സ്റ്റോർ പ്രവർത്തിക്കുന്നത്. 10 ഇനം സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ 21 ഇനം പലചരക്ക് സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ സ്റ്റോറിൽ ലഭ്യമാണ്. പാക്കിംഗ് ചാർജ് ഉൾപ്പെടെ 1420 രൂപയാണ് വില. റേഷൻ കാർഡ് ഹാജരാക്കണം. അതുപോലെ അടക്കമുള്ള അരി, പച്ചരി, അരി 8 കിലോ, പച്ചരി 2 കിലോ, പഞ്ചസാര 1 കിലോ, വെളിച്ചെണ്ണ 1/2 ലിറ്റർ, ചെറുപയർ 1 കിലോ, കടല 1 കിലോ, ഉഴുന്ന് 1 കിലോ, തൂരപ്പരിപ്പ് 1 കിലോ, മുളക് 1 കിലോ, മല്ലി 1/2 കിലോ, മുതിര 1 കിലോ, ഗ്രീൻ പീസ് 1 കിലോ, കടുക് 250 ഗ്രാം, ഉലുവ 100 ഗ്രാം, ജീരകം 50 ഗ്രാം, സാമ്പാർ പൊടി. തൃശൂർ പാവറട്ടിയിൽ അമ്മയെ മകൻ കൊന്നു. പാവറട്ടി സ്വദേശി ഡോളിയാണ് മരിച്ചത്. ഡോളിയുടെ മകൻ 46 വയസ്സുള്ള ബെൻഹറാണ് അമ്മയെ വെട്ടിക്കൊന്നത്. ഇയാൾക്ക് മാനസിക അസ്വസ്ഥതയുള്ളതായി പറയുന്നു. വെട്ടുകത്തിക്കൊണ്ട് തലയ്ക്ക് വെട്ടുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ ഡോളിയെ പാവറട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മകൻ ബെൻഹർ പാവറട്ടി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പാവറട്ടി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചുവരുന്നു. ട്രെൻഡി വസ്ത്ര വിൽപ്പനയിൽ കൊടകരയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചുവരുന്ന ഡെനിം ക്ലബിന്റെ നവീകരിച്ച ഷോറൂമുകളുടെ പ്രവർത്തനം ആരംഭിച്ചു. കൊടകര മിനി സിവിൽ സ്റ്റേഷൻ എതിർവശത്ത് പ്രവർത്തിക്കുന്ന ഷോറൂമുകളുടെ ഉദ്ഘാടനം കുമാരി അമൃത വിനയൻ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. വിശാൽ വിനയൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഡയറക്ടർമാരായ KS വിനയൻ, വിദ്യ വിനയൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഡെനിം ക്ലബ് മെൻസ് ആൻഡ് ബോയ്സ്, ഡെനിം ക്ലബ് വുമൻ എന്നീ 2 ഷോറൂമുകളാണ് ഒരേ സമയം നവീകരണം പൂർത്തിയാക്കി ഉപഭോക്താക്കൾക്കായി തുറന്നുകൊടുത്തത്. ഇരു ഷോപ്പുകളും പുതുപുത്തൻ വസ്ത്രങ്ങളുടെയും ട്രെൻഡി മോഡൽ വസ്ത്രങ്ങളുടെയും വലിയ ശേഖരവുമായിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇന്നത്തെ സ്വർണ്ണവില.
സ്വർണം ഗ്രാമിന് 14,270 രൂപ, പവന് 1,14,160 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെയും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനം വിപുലമായി ആചരിച്ചു. കൊടകര ഫാർമേഴ്സ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചു. CITU കൊടകര ഏരിയ സമ്മേളനം സെപ്റ്റംബർ 5-ന് കോടാലിയിൽ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ 2027-28 അധ്യയന വർഷത്തേക്കുള്ള LKG അഡ്മിഷൻ ശുഭാരംഭം വിദ്യാലയത്തിൽ നടന്നു. തൃശൂർ പാവറട്ടിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.